നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത്തരത്തിലൊരു മനോഹരമായ പ്രകൃതി പ്രതിഭാസത്തിന്റെ കേന്ദ്രമായി മാറാറുമുണ്ട്. എല്ലാ വർഷവും കാനഡയിലെ മാനിറ്റോ ബൈയിൽ നാർസിസ് എന്ന ഒരു ഗ്രാമീണ പട്ടണത്തിൽ നടക്കുന്നതും ഇത്തരത്തിൽ ഒരു അത്ഭുതമാണ്. അസാധാരണമായ ഒരു ദേശാടനത്തിനായി വർഷത്തിലൊരിക്കൽ ഈ ഒരു പറഞ്ഞ പ്രദേശത്ത് പാമ്പുകളെല്ലാം തന്നെ ഒരിടത്ത് ഒത്തുകൂടുന്നതാണ് ഈ പറയുന്ന പ്രതിഭാസം. ഒന്നും രണ്ടുമല്ല, 100,000-ലധികം പാമ്പുകളാണ് ഒത്തുചേരുന്നത്. കാനഡയിലെ മാനിറ്റോബയിലെ നാർസിസ് എന്ന ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ പാമ്പുകളുടെ കുടുംബ സംഗമം നടക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. വർഷം ഏറ്റവും കുറഞ്ഞത് 75,000 പാമ്പുകളെങ്കിലും ഈ ഗ്രാമത്തിൽ ഈ പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും പറയുന്നത്. അതായത് വർഷങ്ങളായിട്ട് ഇതവിടെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ പാമ്പുകളുടെ എണ്ണം 1,50,000 മുകളിൽ വരെ എത്താറുണ്ടെന്നാണ് പല വിദഗ്ധരും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നവരും വർഷങ്ങളായി ഇതിനെ നിരീക്ഷിക്കുന്നവരായിട്ടുള്ള വിദഗ്ധരടക്കം പറഞ്ഞു വെക്കുന്നത്. ശൈത്യകാലം കഴിഞ്ഞ് മാളത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈസ്റ്റേൺ ഗാർട്ടർ പാമ്പുകളാണ് എല്ലാ വസന്തകാലത്തും ഈ ഒത്തുചേരലിനായിട്ട് ഈ പറയുന്ന പ്രദേശത്ത് എത്തുന്നത്. വന്യജീവി പ്രേമികളെയും ശാസ്ത്രജ്ഞരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ പറയുന്ന സമയം എന്ന് പറയുന്നത്. ചൂട് തേടിയെത്തുന്ന പാമ്പുകൾ ഇണചേരുന്ന സമയം കൂടിയാണ് ഇത്. കൗതുകകരമായ ഈ പ്രകൃതി പ്രതിഭാസത്തെ അടുത്തു നിന്ന് കാണാൻ നിരവധി പേരാണ് ഈ സമയമാകുമ്പോൾ ഈ ഒരു ഗ്രാമീണ പ്രദേശത്ത് എത്താറുള്ളത്. ഒരു തരത്തിലുള്ള ദേശാടനമാണ് ഈ ഒത്തുചേരലിന് പിന്നിലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറയുന്നത്. ഒരുപാട് രഹസ്യങ്ങൾ അതിപ്പോൾ കരയിലാണെങ്കിലും കടലിലാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന മൃഗങ്ങളും മത്സ്യങ്ങളൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനിയും നമ്മൾ അറിയാത്ത ഒരുപാട് നിഗൂഢ രഹസ്യങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. അത്തരത്തിലൊരു പ്രതിഭാസമാണ് ഇതും. ശരീരത്തിൽ ചുവന്ന വരകളുള്ള ഈസ്റ്റേൺ ഗാർട്ടർ എന്ന ഇനത്തിലുള്ള പാമ്പുകൾ മാത്രമാണ് ഈ പറയുന്ന പ്രദേശത്ത് ഒത്തുചേരലിനായിട്ട് എത്തുന്നത്. ശൈത്യകാലം കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുന്ന സമയത്താണ് പാമ്പുകൾ ഇവിടേക്ക് കൂട്ടമായി എത്തുന്നത്. കൊടും ശൈത്യം കഴിയുന്നതുവരെ ഈ പാമ്പുകൾ മാളങ്ങൾക്കുള്ളിൽ സുഷുപ്തിയിലായിരിക്കും. എന്നാൽ ശൈത്യം വഴിമാറുന്നതോടെ ഇവ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും. അതാണ് ഈ പറയുന്ന സീസൺ. വസന്തകാലങ്ങളിലെ കാലാവസ്ഥയുടെ അനുകൂല സാഹചര്യം മുതലാക്കി ഇണചേർന്ന് പുതുതലമുറയ്ക്ക് ജന്മം നൽകുകയാണ് ഈ ഒത്തുചേരലിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രേമികളും ഈ സമയത്തിനായി കാത്തിരിക്കും. ചൂട് തേടിയെത്തുന്ന പാമ്പുകൾ ഒത്തുകൂടുന്നതും ഇണചേരുന്നതും കാണാൻ നിരവധി സഞ്ചാരികളാണ് നാർസിസ് ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. കൗതുകരമായ പ്രതിഭാസത്തെ അടുത്തു നിന്ന് കാണാനാകും എന്നതാണ് കൂടുതൽ പേരെയും ആകർഷിക്കുന്നത്. ഇണകൾക്ക് വേണ്ടി പാമ്പുകൾ തമ്മിൽ യുദ്ധമുണ്ടാകാറുണ്ടെങ്കിലും ഇവ കാഴ്ചക്കാരെ ആക്രമിക്കാറില്ലത്രേ. കൊടും ശൈത്യം അരങ്ങേറുന്ന കാനഡയിൽ മഞ്ഞുവീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പാമ്പുകൾ മാളങ്ങളിൽ ചേക്കേറുന്നത്. ഭൂമിക്കടിയിലെ മാളങ്ങളിലാവും ഈ സമയത്ത് അവ. വസന്തകാലമാകുന്നതോടെ ആദ്യ ആൺപാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തു വരും. ഇണചേരുകയാണ് ഇവയുടെ മുഖ്യ ലക്ഷ്യം. ആൺപാമ്പുകൾ പുറത്തു വന്നാൽ തൊട്ടുപിറകെ പെൺപാമ്പുകളും പുറത്തു വരും. ഇതോടെ പ്രദേശം പാമ്പുകൾ കൈയടക്കും. ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഫെറമോണുകളാണ് ഇണകളെ കണ്ടെത്താൻ ആൺപാമ്പുകളെ സഹായിക്കുന്നത്. ഇണകളെ തേടിയുള്ള നെട്ടോട്ടത്തിൽ നിരവധി പാമ്പുകൾക്ക് ജീവനും നഷ്ടമായിട്ടുണ്ട്. ഒത്തുചേരലിന് വേദിയാകുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഹൈവേയും റോഡുകളുമാണ് ഇതിന് കാരണം. ഇണചേരലിനായി പാഞ്ഞു നടക്കുന്നതിനിടെ പാഞ്ഞെത്തുന്ന വാഹനങ്ങളുടെ ടയറുകൾക്കിടയിൽപ്പെട്ട് പാമ്പുകൾ കൂട്ടത്തോടെ ചാവാൻ തുടങ്ങിയതോടെ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും അപകടം മണത്തു. ഇനിയും ഇക്കാര്യം ഗൗനിക്കാതിരുന്നാൽ അവയുടെ നിലനിൽപ്പിന് പോലും അവതാളത്തിലാകുമെന്ന് അവർ മനസ്സിലാക്കി. ഉടൻ തന്നെ പാമ്പുകൾക്ക് പോകാനായി പ്രത്യേക വഴി തന്നെ ഇവർ സൃഷ്ടിച്ചു. ഹൈവേകളുടെ അടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു ഇത്. ഇതോടെ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ചാവുന്നവയുടെ എണ്ണം കാര്യമായി കുറഞ്ഞു. ഇത് വീണ്ടും കുറയ്ക്കാനുള്ള മാർഗം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. പാമ്പുകളുടെ സംഗമം ഉരകങ്ങളെക്കുറിച്ചുള്ള നിരവധി വിലപ്പെട്ട അറിവുകൾ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. പ്രാദേശിക വൈവിധ്യത്തെ സംരക്ഷിക്കുക വഴി നാർസിസിയിലെ ഈ പാമ്പുകളുടെ മഹാസംഗമം ഉരകവർഗത്തെക്കുറിച്ച് മനുഷ്യന് കൂടുതൽ അറിവ് നൽകുന്നതിനും നിർണായക സംഭാവന നൽകുന്നു. ഏതായാലും ഈ സീസൺ ആകുമ്പോൾ ഈ ഒരു ഗ്രാമീണ പ്രദേശത്തേക്ക് നിരവധി ആളുകളാണ് എത്താറുള്ളത്, ഈ കാഴ്ച കാണുവാനായിട്ട് എത്താറുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിപ്പോൾ വളരെ അത്ഭുതകരമായി തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് പാമ്പുകൾക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പാമ്പുകൾക്കായി നിലനിൽക്കുന്ന ദ്വീപുകൾ തന്നെ നമ്മുടെ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്.
അത്തരത്തിൽ ഇൽഹ ഡി ക്യുമാഡ ഗ്രാൻഡെ എന്നത് ബ്രസീലിലെ മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ്. കാടും അതിനെ ചുറ്റിപ്പറ്റി സ്ഫടിക നീല നിറത്തിൽ സമുദ്രവുമുള്ള അതിസുന്ദരിയായ ദ്വീപ്. ബ്രസീൽ നിവാസികൾക്കെല്ലാം ഈ പ്രദേശങ്ങളെ കുറിച്ച് അറിയാം. എന്നാൽ അവിടെ പോവുക എന്നത് അവരിൽ പലരുടെയും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകില്ല. അതിന് ഒരു കാരണവുമുണ്ട്. മുന്നിൽ തുറന്ന അറ്റ്ലാന്റിക് സമുദ്രം. കരയിലേക്ക് കാലെടുത്തു വെച്ചാലോ ഇടത്തും വലത്തും മുന്നിലും പിറകിലുമെല്ലാം കൊടിയ വിഷമുള്ള പാമ്പുകൾ. അവിടേക്ക് എത്തിയാൽ ഏത് നിമിഷവും ഒരു പാമ്പിന്റെ കടി പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും മാരക വിഷപ്പാമ്പുകളിൽ ഒന്നായ ഗോൾഡൻ ലാൻസ് ഹെഡ് നിറഞ്ഞ ഇടമാണ് ഈ പറയുന്ന ദ്വീപ്. അതാണ് പാമ്പുകളുടെ ദ്വീപ് എന്ന് പറയുന്ന ഇൽഹ ഡി ക്യുമാഡോ ഗ്രാൻഡെ. ഏറ്റവും മാരകമായതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പാമ്പുകളുടെ ഇടമാണിത്. ബ്രസീലിന്റെ തീരത്ത് നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെ സാവോ പോളോ സംസ്ഥാനത്തിന് സമീപമാണ് ജനവാസമില്ലാത്തതും സന്ദർശകർക്കോ ടൂറുകൾക്കോ വേണ്ടി തുറക്കാത്തതുമായ സ്നേക്ക് ഐലാൻഡ് എന്നറിയപ്പെടുന്ന ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്ന് പറയുന്ന ദ്വീപ് ഉള്ളത്. ഏകദേശം 5000 അടി നീളവും 1600 അടി വീതിയുമായി 106 ഏക്കറേ ഉള്ളൂ ആകെ ഈ ദ്വീപിന്റെ വിസ്തീർണം. 2000-നും 4000-നും ഇടയിൽ ഗോൾഡൻ ലാൻസ് ഹെഡ് വിഷസർപ്പങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് കണക്കാക്കുന്നത്. ഈ പാമ്പുകളുടെ വിഷമേറ്റാൽ 1 മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ദ്വീപിലെ പാമ്പുകളുടെ എണ്ണം ആയിരക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ചതാണ്. അതായത് ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് ഇൽഹ ഡി ക്യുമാഡ ഗ്രാൻഡയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സമുദ്രനിരപ്പ് ഉയർന്നു. ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡയിൽ ഒറ്റപ്പെട്ടുപോയ പാമ്പുകൾക്ക് ഇരകളോ വേട്ടക്കാരോ ഇല്ലായിരുന്നു. ഭക്ഷണം കണ്ടെത്താൻ പാമ്പുകൾക്ക് നീണ്ട പറക്കലിനിടെ ദ്വീപിൽ കാലാനുസൃതമായി സന്ദർശിക്കുന്ന ദേശാടന പക്ഷികളെ ഇരയാക്കേണ്ടി വന്നു. ഏത് പാമ്പുകളെക്കാളും 3-5 മടങ്ങ് വിഷവീര്യമുള്ളവയാണ് ഗോൾഡൻ ലാൻസ് ഹെഡ് പാമ്പുകൾ. ഇവയുടെ വിഷത്തിന് മിക്ക ഇരകളെയും തൽക്ഷണം കൊല്ലാൻ കഴിവുണ്ട്. ചികിത്സയ്ക്ക് പോലും സമയമില്ലാതെ ഇരകൾ മരിക്കാനുള്ള സാധ്യത 3%. പാമ്പിന്റെ വിഷം വൃക്ക തകരാറ്, പേശിക്കലകളുടെ നെക്രോസിസ്, മസ്തിഷ്ക രക്തസ്രാവം, കൂടുതൽ രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാകും. അപകട സാധ്യതയുള്ളതിനാൽ ബ്രസീൽ സർക്കാർ ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ സന്ദർശനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നു. ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ വിനോദസഞ്ചാര കേന്ദ്രമല്ല. ചില സ്ഥലങ്ങളിൽ ഓരോ ചതുരശ്ര മീറ്ററിലും ഒരു പാമ്പുണ്ടെന്ന് ചില കണക്കുകൾ അവകാശപ്പെടുന്നു. നിയമപരമായി അനുവദിച്ചിട്ടുള്ള സന്ദർശനങ്ങളിൽ ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ബ്രസീലിയൻ സർക്കാർ അവകാശപ്പെടുന്നു. ദ്വീപിൽ കടന്നു പോകുന്ന ബോട്ടുകളുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ ഒരു വിളക്കുമാടമുണ്ട്. 1920-കൾ മുതൽ നാവികസേന വർഷം തോറും ഈ വിളക്കുമാടം പരിപാലിക്കുന്നു. മുൻകാലങ്ങളിൽ നേവി ലൈറ്റ് ഹൗസ് കീപ്പർമാർ ദ്വീപിൽ താമസിച്ചിരുന്നു. അവർ താമസിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെയുണ്ട്. ബയോളജിസ്റ്റുകൾക്കും ഗവേഷകർക്കും ഈ ദ്വീപ് ഒരു പ്രധാന ലബോറട്ടറി കൂടിയാണ്. അവർക്ക് പാമ്പുകളെ കുറിച്ച് പഠിക്കാനായി ദ്വീപ് സന്ദർശിക്കാൻ പ്രത്യേക അനുമതിയുണ്ട്. ഗോൾഡൻ ലാൻസ് ഹെഡും അതിന്റെ പരിണാമം നന്നായി മനസ്സിലാക്കുന്നതിലൂടെ ബോട്രോപ്പ് ജനുസിനെ മൊത്തത്തിൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ജീവശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. ബ്രസീലിൽ സ്ഥിരമായി സംഭവിക്കുന്ന പാമ്പുകടി ഏറ്റുണ്ടാവുന്ന മരണത്തെ കൂടുതൽ ഫലപ്രദമായി ചികിത്സിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇതിന്റെ വിഷം ഹൃദ്രോഗം, രക്തചംക്രമണം, രക്തം കട്ടപിടിക്കൽ എന്നിവയുണ്ടാക്കുമെന്നും ഇതിനകം തെളിഞ്ഞിട്ടുണ്ട്. ഇത് ആരോഗ്യരംഗത്ത് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ പരീക്ഷിക്കാമെന്നും ഗവേഷണം നടക്കുന്നുണ്ട്. സ്നേക്ക് ഐലാൻഡിൽ മാരകമായ പാമ്പുകൾ മാത്രമല്ല ഉള്ളത്, വിഷരഹിത പാമ്പുകളും ഭീമൻ പാറ്റകളും വെട്ടുകിളികളും ദ്വീപിൽ നിറയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നാട്ടുകാരും ദേശാടനക്കാരുമായി 68 ഇനം പക്ഷികളാണ് ഇവിടുത്തെ താമസക്കാർ. 2 ഇനം വവ്വാലുകൾ, 2 ഇനം ഉഭയജീവികൾ, 2 ഇനം ആംഫിസെബെനിഡുകൾ, 3 ഇനം പല്ലികൾ എന്നിവയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദ്വീപിലെ പാമ്പുകളിൽ ചിലതിനെ ശാസ്ത്രജ്ഞർ ഇന്റർസെക്സ് എന്നാണ് വിളിക്കുന്നത്. സംഘരീനമാണ് എന്നതിനാലാണത്. ദ്വീപിൽ കരയിലെ സസ്തനികളൊന്നുമില്ല. വേട്ടക്കാരിൽ നിന്ന് ഒളിച്ചു നിൽക്കാതെ തന്നെ അതിവേഗം വളരാനും പുനരുൽപ്പാദിപ്പിക്കാനും ഇവിടുത്തെ പാമ്പുകൾക്ക് സാധ്യമാവുന്നതും ഇതുകൊണ്ട് തന്നെ.